എല്ലാവർക്കും നമസ്തേ. പ്രണയവിവാഹങ്ങൾ നമുക്ക് ഇന്ന് ലോകത്ത് കാണുന്ന ഇന്നത്തെ പ്രകൃതമായിട്ട് കാണാവുന്ന ഒന്നാണ്. ഇന്ന് പണ്ടുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടും ഉണ്ടായിരുന്നു പ്രണയവിവാഹം. നമുക്ക് പാർവതിയുടെ സ്വയംവരം ചിന്തിക്കാം. പാർവതി ദേവി എങ്ങനെയാണ് ശിവനെ സ്വീകരിച്ചത് ഭർത്താവായിട്ട്, അതിൻ്റെ കാര്യങ്ങളും കുമാരസംഭവം കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലക്ഷ്മി ദേവി ഭരണമാലിയുമായിട്ട് വന്ന് വിഷ്ണുവിനെ പതിയായിട്ട് സ്വീകരിച്ചത് പാലാഴിമദനം കഥയിൽ പറയുന്നുണ്ട്. പ്രണയവിവാഹം എന്ന് പറയുന്നത് പണ്ടുമുണ്ട്. സ്വയം വരിച്ചെടുക്കുന്ന ഭർത്താവിനെ സ്വീകരിക്കുക, അത് പണ്ടുമുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കാണുന്നത് പ്രണയവിവാഹങ്ങൾ മുഴുവൻ പ്രണയമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഇന്ന ആളെ തന്നെ ഭർത്താവായിട്ട് കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിലല്ല പലപ്പോഴും പ്രണയവിവാഹം നടക്കുന്നത്. അത് പലരിലൊരാൾ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് ഇന്ന് ചിന്തയിൽ പലർക്കും വരുന്നത്. ആ ചിന്ത കൊണ്ട് തന്നെ പ്രണയവിവാഹം പലപ്പോഴും പരാജയപ്പെടാറുമുണ്ട്. എന്നാൽ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് നല്ല രീതിയിൽ നടക്കുന്നില്ലേ എന്നെങ്കിൽ അതുമുണ്ട്. ഈ വിവാഹം നടക്കുന്ന സമയത്ത് ഉള്ള മുഹൂർത്തം അത് അതിലൊരു വിഷയമാണ്. നല്ല സമയം നോക്കി ആണ് വിവാഹം നടത്തുന്നത്. പലപ്പോഴും വിവാഹം നിശ്ചയിച്ച് നടത്തുവാണെങ്കിൽ പോലും അതിനു മുമ്പേ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും. രജിസ്റ്റർ മാരേജ് ആയിട്ടോ മറ്റു പല തരത്തിലും വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയും മുഹൂർത്തം നോക്കാതെ വിവാഹം നടക്കുന്ന സംഭവങ്ങളുണ്ട്. മാത്രമല്ല, പ്രണയവിവാഹങ്ങളിൽ ജാതകപ്പൊരുത്തം ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കുന്ന അപൂർവമായിട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് പരസ്പരം യോജിക്കാത്ത ജാതകങ്ങൾ തമ്മിൽ വിവാഹം നടക്കുന്ന അവസ്ഥ ഉണ്ടാകാം. മനപ്പൊരുത്തമാണല്ലോ പ്രധാനം എന്ന് ചിലരെങ്കിലും പറയും. വാസ്തവത്തിൽ മനപ്പൊരുത്തം ആയിരിക്കില്ല അതിൻ്റെ കാരണമായിട്ട് വരിക, ധനപ്പൊരുത്തമായിരിക്കും ചിന്തിക്കുക. പലരും പ്രണയിക്കുന്നത് ധനം നോക്കിയിട്ട് ഒക്കെയാണ്. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് വിവാഹം കഴിക്കുന്നതിന് സ്ത്രീധനം മേടിക്കരുത് എന്ന് കാരണവന്മാർ ഉപദേശിച്ചു എന്നൊക്കെ ചിലർ പറയും. എന്നാലും പെണ്ണിന്റെ പേരിൽ സ്വത്തുണ്ടോ എന്ന് അന്വേഷിക്കരുത് എന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ സ്വത്ത് അന്വേഷിച്ച് വിവാഹം കഴിക്കുന്ന കേസുകളും ഉണ്ട്. പ്രണയത്തിന് അടിസ്ഥാനമായിട്ട് വരുന്ന ഇതൊക്കെയാണ് പല ഘട്ടങ്ങളിലും. പിന്നെ അല്ലാതെ വരുന്ന പ്രണയങ്ങൾ, ഇപ്പൊ സ്കൂൾ വിദ്യാഭ്യാസ കാലം തുടങ്ങി നടക്കുന്ന പ്രണയങ്ങളൊക്കെ ഉണ്ട്. പരസ്പരം മനസ്സിലാക്കിയിട്ടല്ല ആ പ്രണയം വരുന്നത്. കോളേജ് വിദ്യാഭ്യാസ കാലത്തും അതേപോലെ ശാരീരികമായിട്ടുള്ള ചില ആകർഷണങ്ങൾ കൊണ്ട് മാത്രമാണ് പലപ്പോഴും വിവാഹത്തിലെത്തുന്നത്. അതും മനസ്സറിഞ്ഞുള്ള പ്രണയമല്ല. അത് കാമവികാരത്തിൽ അടിപ്പെടുന്നു എന്നുള്ളതാണ്. കാമത്തിന് കണ്ണില്ല എന്നാ പറയുക. ഇതൊക്കെ പ്രണയവിവാഹത്തിന് ബാധിക്കുന്നുണ്ട്. ഇനി ജാതകം നോക്കി വിവാഹം കഴിച്ചാലോ, അതിലും പരാജയപ്പെടുന്നില്ലേ എന്ന് ചിലർ ചോദിക്കും. ശരിയാണ്, ജാതകം നോക്കി വിവാഹം കഴിച്ചാലും പരാജയപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഈ തരുന്ന ജാതകം ശരിയാണോ എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. തരുന്ന ജാതകം കൃത്യമായിട്ട് ഗണിച്ചതാണോ എന്ന് അറിയില്ല. അത് ജനനം കണക്കാക്കിയിരിക്കുന്ന കറക്റ്റ് ആണോ എന്ന് അറിയില്ല. അത് ചില വ്യക്തികൾ പറയുന്ന, അതായത് ആശുപത്രിയിൽ നഴ്സുമാർ പറയുന്ന സമയം വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ആ ജാതകം ഗണിക്കുന്നത്. ആ നഴ്സുമാർ കൊടുത്ത സമയം കൃത്യമായിക്കൊള്ളണമെന്നില്ല. അത് തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ സമയം നോക്കാൻ വിട്ടുപോകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനി ആ നഴ്സിൻ്റെ കയ്യിലിരുന്ന വാച്ചിൻ്റെ സമയ വ്യത്യാസം കൊണ്ടാകാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് ആ സമയം തെറ്റാറുണ്ട്. ഇനി അവർ കൃത്യമായിട്ട് നോക്കിയെന്ന് വിചാരിച്ചാൽ പോലും ആ ജനനത്തിനെ അടിസ്ഥാനമായിട്ട് അവർ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ള ഘടകമുണ്ട്. ചില ആളുകൾ പറയും ശിരസ് പുറത്ത് കാണുന്നതാണ് ജനനം. ചിലർ പറയും ആദ്യ ശ്വാസം എടുക്കുന്നതാണ് പ്രധാനം. ചിലർ പറയും ആദ്യം കരയുന്നതാണ് പ്രധാനം. ചിലർ പറയും ശിരസ് ഭൂമിയിൽ സ്പർശിക്കുന്നതാണ് പ്രധാനം. ഇങ്ങനെ പല ചിന്തകളും അതിനെ അടിസ്ഥാനമായിട്ട് ജാതകഗണനയ്ക്ക് കണക്കാക്കാറുണ്ട്. ഇതിൽ ഏത് വേണം എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ട്.
യഥാർത്ഥത്തിൽ ഗർഭാധാനം നടക്കുന്ന സമയം തുടങ്ങിയുള്ള ചിന്ത ആവശ്യമാണ്. നമുക്കൊരു സമയം തന്നാലും ആ സമയത്തിൽ നിന്ന് പിന്നോട്ട് കണക്കാക്കി ഗർഭാധാന സമയം കണക്കാക്കി ആദാന ലഗ്നം കണക്കാക്കി അങ്ങനെയൊക്കെ ജാതകം കണിക്കുന്ന സ്വഭാവം പണ്ടുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും നടക്കുന്നില്ല. പണ്ട് നിഷേകമുഹൂർത്തം കുറിക്കുമായിരുന്നു, ഇന്ന് നിഷേകമുഹൂർത്തം കുറിക്കലില്ല. ഇനി നിഷേകമുഹൂർത്തം കുറിച്ചാണെങ്കിൽ പോലും ഗർഭാധാനം നടന്നിരിക്കുന്നത് ആ സമയത്ത് തന്നെ ആയിക്കൊള്ളുന്നത് നിർബന്ധമില്ല. അതൊക്കെ നമുക്ക് റഫായിട്ടുള്ള കണക്കൂട്ടലുകളാണ്. അവിടെയൊക്കെ പലപ്പോഴും ജാതകഗണന തെറ്റാറുണ്ട്. പിന്നെ ജാതകങ്ങൾ ഗണിച്ച് നമ്മൾ എടുത്താൽ പോലും ആ കണക്കിന്റെ വ്യത്യാസം ചിലപ്പോൾ ബാധിക്കാറുണ്ട്. അത് ഗണിക്കുന്ന ദൈവജ്ഞന്റെ സമയം കൂടി അതിന് അനുകൂലമായിട്ട് വരണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഗണിക്കാൻ പറ്റുള്ളൂ. ദൈവജ്ഞന്റെ മാനസിക പിരിമുറുക്കങ്ങൾ അതിനെ ബാധിക്കാം. അങ്ങനെ പല വിഷയങ്ങളും ഇതിനെ ബാധിക്കാറുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു സമാധാനം എന്ന് പറയുന്നത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഗണിച്ചാൽ അത് ശരിയായിട്ട് വരും നിശ്ചയിക്കാം. അപ്പൊ അവർക്ക് ഉണ്ടാകാനുള്ള നിയോഗങ്ങളും അതിനകത്ത് പ്രകടമാണ്. ആ നിയോഗങ്ങൾ അനുസരിച്ചുള്ള കർമ്മങ്ങൾ അവർക്ക് അനുഭവിച്ചേ പറ്റുമെന്നുണ്ടാവും ചില കാര്യങ്ങൾ. അത് ദൈവജ്ഞം വിചാരിച്ചാലും മാറ്റാൻ കഴിയുന്നതല്ല. അത് അവരുടെ ജന്മാന്തര കർമ്മത്തിന്റെ ഫലമാണ്. ആ ജന്മാന്തര കർമ്മത്തിന്റെ ഫലമായിട്ട് ഇവർ ഇന്നമാതിരിയൊക്കെ അനുഭവിക്കും എന്നുണ്ട്. ഒരു കഥ പറയും. ഒരിക്കൽ ഒരു യോഗത്തിന് വേണ്ടിയിട്ട് യമധർമ്മൻ ബ്രഹ്മദേവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. ആ സമയത്ത് യമധർമ്മന്റെ ഒരു നോട്ടം കണ്ടിട്ട് ഇയാളെ ഇപ്പൊ യമധർമ്മൻ നോട്ടം ഇട്ടിട്ടുണ്ട്, അധികം താമസം കൂടാതെ യമധർമ്മൻ ഇയാളെ വധിക്കും എന്ന് കണക്കാക്കിയിട്ട് ഗരുഡൻ എത്താത്തൊരു സ്ഥലം കണക്കാക്കി ഒരു പാമ്പിനെ കൊണ്ടുപോയി ഇരുത്തി. ഗരുഡൻ ഇവിടെ നിന്നും വരില്ല എന്നുള്ള കണക്കൂട്ടലില് ദൂരെ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. പക്ഷെ ഗരുഡൻ ആ പരിസരത്തുണ്ടായിരുന്നു. ഗരുഡൻ വന്ന് ആ പാമ്പിനെ കുത്തി. ഗരുഡൻ ആ പാമ്പിനെ കൊത്തുന്ന സമയത്ത് യമധർമ്മൻ ആലോചിക്കുകയാണ്, ഈ പാമ്പ് ഇവിടെ ഇരിക്കണേ എന്താ? ഈ പാമ്പ് ഇപ്പൊ ഇന്ന മലയുടെ മുകളിൽ ഉണ്ടാകേണ്ടതാണല്ലോ, അവിടെ വെച്ച് ഗരുഡന്റെ ആക്രമണത്തിന് പാത്രമാകേണ്ടതാണല്ലോ, അങ്ങനെ മരിക്കേണ്ടതാണല്ലോ എന്ന കണക്കൂട്ടലിൽ ആണ് ഞാൻ ഇരുന്നത്. ഇതെങ്ങനെ അവിടെ എത്തിക്കും എന്നിരിക്കുമ്പോഴാണ് അവിടെ എത്തിക്കാനായിട്ടൊരു വാഹകൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. ഇതേപോലെ ചില നിയോഗങ്ങൾ നമ്മളെല്ലാവരും കണക്കുകൂട്ടുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് കണക്കുകൂട്ടുന്ന ചൈതന്യ വിശേഷം അവിടെ ഉണ്ടാകാം. അതേപോലെ വിവാഹ വിഷയത്തിലും നമുക്ക് കണക്കാക്കാം. ഇതേപോലെ നമ്മൾ സങ്കല്പിക്കുന്നതിന് അങ്ങാപ്പുറം തമ്മിൽ യോജിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അവിടെ ഉണ്ടാകാം. ഇതൊക്കെയാണെങ്കിലും ശരി, പലപ്പോഴും പ്രണയജീവിതം, പ്രണയവിവാഹം എന്ന് പറയുന്നത് പരാജയപ്പെടാറുണ്ട്. കാരണം പ്രണയിക്കുന്ന കാലത്ത് അവരുടെ തന്നിഷ്ടം കാണിക്കുന്ന പലപ്പോഴും അച്ഛനമ്മമാരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കാറുണ്ട്. അച്ഛനമ്മമാരും മക്കളെ ഒരിക്കലും ശപിക്കില്ല, പക്ഷെ അവരുടെ മനസ്സിലുണ്ടാവുന്ന താപം ശാപം പോലെ ഏൽക്കും. അച്ഛനമ്മമാരെ വിഷമിപ്പിച്ചുകൊണ്ട് ഇവർ വിവാഹിതരായാൽ പിതൃശാപം പോലെ ഗുരുശാപമായിട്ടും എല്ലാം അത് പരിണമിക്കും. മാതൃശാപം, പിതൃശാപം, ഗുരുശാപം എന്നുള്ള ശാപങ്ങളൊക്കെ ആയിട്ട് അത് പരിണമിച്ച് അവരുടെ ജീവിതത്തിനെ അത് ബാധിക്കും. അപ്പം ശാപപരിഹാരങ്ങളാണ് ഇങ്ങനെയുള്ളവർക്ക് ആദ്യം വേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ ആ വിവാഹ ജീവിതം അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിവാഹ തടസ്സങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ചൊവ്വ, കേതു തുടങ്ങിയുള്ള ഗ്രഹങ്ങളെ. അഷ്ടമത്തിലേക്ക് വന്ന ചൊവ്വ, 7 നിൽക്കുന്ന ചൊവ്വ, ഇതൊക്കെ പലപ്പോഴും വിവാഹ തടസ്സം ഉണ്ടാക്കുന്നതാണ്. 7 നിൽക്കുന്ന ശനി വിവാഹം വൈകിപ്പിക്കുന്നതാണ്. മന്ദൈച്ഛര ഇത് മന്ദ എന്ന് പറയുന്നതുകൊണ്ട് ശനി പതുക്കെ സഞ്ചരിക്കുന്നവരാണ്, ഓരോ കാര്യങ്ങളും പതുക്കെ നടത്തുള്ളൂ. അതുകൊണ്ട് 7 ശനി വന്നാൽ വിവാഹം വൈകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ 7 രാഹു വന്നാൽ അത് പ്രണയവിവാഹത്തിനുള്ള സാധ്യത കൂടുതലാണ്. വളഞ്ഞ വഴി കൂടെയുള്ള സ്വീകാര്യത അവിടെ വരികയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ വിവാഹ വിഷയത്തിൽ സാധാരണ ചിന്തിച്ച് എടുക്കണം. അപ്പോൾ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയാണ് സാധാരണ ആദ്യം പറയാറ്. 7 ചൊവ്വ അല്ലെങ്കിൽ 8 ചൊവ്വ, അതാണ് വിവാഹ തടസ്സമായിട്ട് ആദ്യം പറയാറ്. കേതു ഭൗമസമാന,
എന്ന് പറയുന്നതുകൊണ്ട് കേതുവിനെയും ചൊവ്വയെ പോലെ കണക്കാക്കണം. അതുകൊണ്ട് കേതു വന്നിട്ടുണ്ടെങ്കിലും അത് വിവാഹ തടസ്സമായിട്ട് പറയാറുണ്ട്. അതേപോലെ സൂര്യൻ പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നുണ്ട്. സൂര്യൻ പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് സൂര്യന് ഈ തടസ്സത്തിന് ഒരു കാരണമാകാറുണ്ട്. അതേപോലെ മറ്റു ഗ്രഹങ്ങളെയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇതിൽ ബന്ധപ്പെടുത്തി. ശുക്രന് ബലമില്ലാത്ത ഒരു ജാതകത്തിൽ ശുക്രൻ നീചത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒക്കെ വിവാഹ തടസ്സം ഉണ്ടാക്കാറുണ്ട്. ഓരോ ജാതകത്തിലും കാണുന്ന 7ാം ഭാവം കൊണ്ടും 8ാം ഭാവം കൊണ്ടും ഒക്കെ വിവാഹ തടസ്സങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ബലം നോക്കിയിട്ടും കൂടിയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അങ്ങനെ ഇപ്പൊ 7ൽ ചൊവ്വയുള്ള ഒരു ജാതകം കണ്ടാൽ നമുക്ക് ആ ചൊവ്വയുടെ ദോഷം തീരാനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് പല പരിഹാരങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ ചൊവ്വ എന്ന് പറയുന്നതുകൊണ്ട് ഭദ്രകാളി സങ്കല്പത്തിൽ ചിലപ്പോൾ എടുക്കാറുണ്ട്. ഭദ്രകാളിക്ക് പട്ടും താലിയും നടക്കി വയ്ക്കുക എന്നൊക്കെ ചിലപ്പോൾ പരിഹാരം പറയാറുണ്ട്. അത് ആ ജാതകത്തില് ആ ഗ്രഹത്തിനെ കൊണ്ട് ഏത് ദേവതയാണോ ചിന്തിക്കുന്നത് അത് ജാതകം വിശദമായിട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ സ്ഫുടം ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ ചിന്തിച്ച് പരിഹാരങ്ങൾ ചെയ്താൽ മാത്രം അത് ഫലിച്ചു തടസ്സങ്ങൾ മാറ്റിയെടുക്കാനായിട്ടുള്ള മാർഗം നമുക്ക് ഉണ്ടാകും.